ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷാജു എന്നാണ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ അമ്മ മാതാവ് സ്വർഗത്തിൽ നിന്നും ത്രിയേക ദൈവത്തിൽ നിന്നും എനിക്ക് വാങ്ങിത്തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ മാസം 27-ാം തീയതി ആയിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ 2020 ഫെബ്രുവരി മാസം 29-ാം തീയതി ഞാനൊരു ട്രെയിൻ യാത്രയ്ക്കിടെ ജോസഫ് അച്ഛൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അറിയുന്നത്. അപ്പം ഞാനൊരു വലിയൊരു സാമ്പത്തിക ബാധ്യതയിലൂടെ കടന്നു പോയായിരുന്നു. ഞാൻ ട്രേഡിംഗ് ചെയ്യുന്നൊരു ബിസിനസ്സുകാരനാണ്. ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് വന്നാൽ, ലാഭം വന്നാൽ വലിയ തുക ലാഭം വരികയും നഷ്ടം വന്നാൽ വലിയ തുക നഷ്ടം വരികയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു അതിഭീമമായൊരു സംഖ്യ നഷ്ടത്തിലൂടെ വരുന്ന സമയത്ത് ആ സമയത്ത് കൊറോണയും വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അച്ഛൻ്റെ ഈ വീഡിയോ കാണാനിടയാകുന്നത്. അങ്ങനെ ഞാൻ അമ്മയോട്, ഈ അച്ഛൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, ഈ ഉടമ്പടി സത്യമാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ എൻ്റെ ലയബിലിറ്റി ബാധ്യത മുഴുവൻ അമ്മ എനിക്ക് വീട്ടിൽ തരണം. ഇതായിരുന്നു എൻ്റെ ഒന്നാമത്തെ നിയോഗം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ അതൊരു വെർച്വൽ ഉടമ്പടിയായിരുന്നു. ഒരുപക്ഷെ അന്ന് ഓൺലൈൻ ഉടമ്പടി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു വെർച്വൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് ഞാനും എൻ്റെ അമ്മ മാതാവും തമ്മിലുള്ളൊരു വിശ്വാസം. ഞാൻ വർഷങ്ങളായി എൻ്റെ ചെറുപ്പം മുതലേ തന്നെ വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളായത് കാരണം എനിക്ക് അമ്മ മാതാവിലുള്ളൊരു വിശ്വാസം കൊണ്ട് അങ്ങനെ ഞാനൊരു വെർച്വൽ ഉടമ്പടി അമ്മ മാതാവുമായിട്ട് എടുക്കാനുണ്ടായി. അങ്ങനെ 90 ദിവസത്തിനുള്ളിൽ എൻ്റെ ബാധ്യതകൾ പൂർണ്ണമായിട്ട് വീട്ടാനും എനിക്ക് ഒരു 5000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് എനിക്ക് പണിയാനും ആ വീടിന് കൃപാസനമെന്ന് നാമകരണം ചെയ്യാനും അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം വീട് പണിയുടെ പല സമയത്തും എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ആവശ്യം വന്ന സമയത്തെല്ലാം ഇവിടുത്തെ ഉടമ്പടി ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ച്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നിരവധി തവണ, എത്ര തവണയെന്ന് കറക്റ്റ് പറയാൻ അറിയില്ല, നിരവധി തവണ എനിക്ക് അമ്മ മാതാവ് സാമ്പത്തികമായിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിക്കും. പേഴ്സണലായിട്ട് 4 കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി കിച്ചണിൽ ശുശ്രൂഷ ചെയ്യും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ കിച്ചണിൽ ശുശ്രൂഷ ചെയ്യും. അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കും. പിന്നെ കൃപാസനത്തിലേക്ക് നിരവധി ആളുകളെ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകി ഇപ്പോഴും പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസത്തിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു പരിശുദ്ധിയിൽ ജീവിക്കാൻ അമ്മ മാതാവിനെ അനുഗ്രഹിക്കുന്നതിനോർത്ത് സ്വർഗത്തിന് അനന്തകോടി നന്ദി പറയുന്നു. ഞാൻ പത്രങ്ങൾ കൊണ്ട് നടന്ന് കൊടുക്കാറുണ്ട്. അത് പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത്. അത് അമ്മ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും അവർക്ക് കൊടുക്കും. അവരിൽ അങ്ങനെ വിശ്വാസം വരാനിടയാക്കിയിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ആവശ്യമുള്ള ആളുകൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്, ദശാംശം കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത്. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഷജുമോൻ എന്ന ഈ സഹോദരൻ അപചാരിതമായി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുകയും അതിലൂടെ അമ്മയിലേക്ക് ആകർഷിക്കപ്പെടുകയും ഓൺലൈൻ ഉടമ്പടിയിലൂടെ അമ്മ മാതാവുമായി ആദ്യത്തെ ഒരു ബന്ധവും കമ്മിറ്റ്മെൻറ്റും ആരംഭിച്ചുകൊണ്ട് ജീവിതത്തിൽ നേടിയെടുത്ത അനുഗ്രഹങ്ങളെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. വലിയ ബാധ്യതകളിൽ നിന്ന് മകന് സംരക്ഷണം ലഭിച്ച് പുറത്തു വരുവാൻ പറ്റിയത്, ഭവനം നിർമ്മിച്ചെടുത്ത് അമ്മ മാതാവിൻ്റെ സ്തുതിക്കായും ഓർമ്മയ്ക്കായും കൃപാസനമെന്ന് പേര് നൽകുവാൻ സഹായിച്ചത്, ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിൽ നിരന്തരമായി അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെയും മകൻ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി എപ്പോഴും സ്ഥിരമായ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന ആത്മീയ ജീവിത പ്രക്രിയയാണ്. അവിടെ വിശ്വസ്തത കൊണ്ടാണ് നമ്മുടെ ജീവിതം നെയ്യപ്പെടുന്നത്. ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തതയും ദൈവത്തിന് നമ്മളോടുള്ള അഗാധമായ സ്നേഹവും വിശ്വസ്തതയിലുമാണ് ഓരോ അനുഗ്രഹവും നമുക്ക് കൈമാറുന്നത്.
അതുകൊണ്ട് ഉടമ്പടിയിൽ ഓരോ ദിവസവും പരിശോധിക്കപ്പെടുന്നത് എത്രത്തോളം ബന്ധമാഴപ്പെട്ടു, എത്രത്തോളം സ്നേഹത്തിൽ വളർന്നു, എത്രത്തോളം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരങ്ങളെ നാം വിനിയോഗിച്ചു എന്നൊക്കെയാണ്. നാം ആ ഉടമ്പടി ജീവിത പ്രക്രിയയിൽ ശാന്തരും സ്ഥിരതയുള്ളവരും ദൈവസ്നേഹത്തോടു കൂടി വ്യാപരിക്കുന്നവരുമാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതുമാവട്ടെ അതോരോന്നും നാം പോലും അറിയാതെ അമ്മ മാതാവ് ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് പരിഹരിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും. അത് പഠന മേഖലയിലും സാമ്പത്തിക മേഖലയിലും തൊഴിലിടത്തിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ അമ്മയുടെ ഇടപെടൽ ദൈവത്തിൻ്റെ അനുഗ്രഹമായി നമുക്ക് അനുഭവിക്കുവാനാവും. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈ സഹോദരൻ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. സമയച്ചുരുക്കത്തിൽ ബാധ്യതകൾ മാറിയത്, അസാധ്യമെന്ന് കരുതിയ ഭവന നിർമ്മാണം നന്നായി വേഗതയിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ പറ്റിയത്, വലിയ ഭാരത്തോട് കൊണ്ട് കണ്ടിരുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെയും അമ്മ മാതാവ് ഏറ്റെടുത്തത് ലഘൂകരിച്ചു കൊടുത്തത്, അതൊക്കെയും ഈ വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.